നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്നതിന് തൊട്ടു മുൻപായി നമ്മുടെ നാവിന്റെ നിറം വ്യത്യാസമാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നാവിന്റെ ശരിയായ നിറം എന്താണ്? നാവ് ഒരു ലൈറ്റ് പിങ്ക് നിറത്തിൽ ചെറിയൊരു വെള്ളപൂശലോട് കൂടിയാണ് സാധാരണയായി കാണപ്പെടുന്നത്. എന്നാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള സമയത്ത് ഇതിന്റെ നിറം വ്യത്യസ്തമാകുന്നു. നമുക്ക് നോക്കാം. പ്രത്യേകമായിട്ട് നല്ല കടുത്ത ചുവപ്പ് നിറത്തിലാണ് നമ്മുടെ നാവ് കാണപ്പെടുന്നതെങ്കിൽ വൈറ്റമിൻ B12ന്റെ കുറവായിരിക്കാം, അതായത് ഫോളേറ്റിന്റെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലമേഷൻ, അതായത് വീക്കം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്തും ഈ ഒരു വ്യത്യാസം കാണപ്പെടാറുണ്ട്. ഇനി നമ്മുടെ നാവ് നല്ല വിളറി വെളുത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇരുമ്പിന്റെ സത്ത്, അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ നാവ് കാണപ്പെടുന്നതാണ്. നാവ് മഞ്ഞ നിറമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് പുകവലി കാരണമോ വയറ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ മഞ്ഞ നിറത്തിൽ കാണപ്പെടാറുണ്ട്. നമ്മുടെ നാവ് ഫുള്ളായിട്ട് നല്ല വെളുത്ത് ഒരു കട്ടിയായിട്ടുള്ള ഒരു വെള്ള ലെയർ നമ്മുടെ നാവിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഓറൽ ത്രഷ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഫംഗസിന്റെ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കാം. അതേപോലെ തന്നെ നാവ് ഒരു നീല അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലാണ് ഉള്ളതെങ്കിൽ നമ്മുടെ നാവിൽ ഓക്സിജന്റെ ഡെഫിഷ്യൻസി, ഓക്സിജന്റെ കുറവാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ശ്വാസം മുട്ടലുള്ള പേഷ്യൻസിലൊക്കെ ചില സമയങ്ങളിൽ നാവ് ബ്ലൂ കളർ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളറിൽ കാണപ്പെടാറുണ്ട്. ഇത് ഓക്സിജന്റെ കുറവിനെ കാണിക്കുന്നു. ഇനി നാവ് നല്ല കറുത്ത് അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളറിലാണ് ഇരിക്കുന്നതെങ്കിൽ പുകയിലയുടെ ഉപയോഗമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സിന്റെ മെഡിസിൻസിന്റെ ഉപയോഗം കൊണ്ടായിരിക്കാം നമ്മുടെ നാവ് അങ്ങനെ ഇരുണ്ടിരിക്കുന്നതായി കാണപ്പെടുന്നത്. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നാവിന്റെ നിറം കൊണ്ട് മാത്രം നമുക്ക് ഡിസീസ് അല്ലെങ്കിൽ അസുഖം കണ്ടുപിടിക്കാനാകില്ല. കാരണം പലതരത്തിലുള്ള ഹെറിഡിറ്ററി ജനിതക കാരണങ്ങൾ കൊണ്ട് തന്നെ ഓരോ മനുഷ്യരും ജനിക്കുമ്പോൾ തന്നെ പല നിറത്തിലും നമ്മുടെ നാവ് കാണപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ട്. ഇനി 2 ആഴ്ച തുടർന്ന് നമുക്ക് ഇതേപോലെ തന്നെ നാവിൽ വ്യത്യാസമായി പെട്ടെന്നുണ്ടാകുന്ന ഏതെങ്കിലും നിറത്തിലെ ചേഞ്ചസ് നമുക്ക് കണ്ടുവരികയാണെങ്കിൽ, അത് 2 ആഴ്ചയോളം നിന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് ആവശ്യമെങ്കിൽ ഡോക്ടറെ കണ്ട് അതിനാവശ്യമുള്ള ഡെഫിഷ്യൻസി ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാണോ എന്ന് അന്വേഷിച്ച് മരുന്ന് എടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്